വിഷവൈദ്യത്തിൽ അഗ്രഗണ്യനായ കാരാട്ട് നമ്പൂതിരിയുടെ പ്രശസ്തനും വിദഗ്ധനും സമർത്ഥനുമായ ഒരു ശിഷ്യൻ കോഴിക്കോടുണ്ടായിരുന്നു. കൂലി പറയാതെ സ്വന്തം ജോലി വിദഗ്ധമായി ചെയ്തു വന്ന അദ്ദേഹത്തിന് കൂലി എന്ന നിലയിലല്ലാതെ അനുഭവസ്ഥർ ധാരാളം പണവും സമ്പത്തും കൊടുത്തിരുന്നു. അദ്ദേഹം അങ്ങനെ ധനവാനായി ഉയർന്നുയർന്നു വന്നു. അവിടെ ധാരാളം പേർ വിദ്യ പഠിക്കാൻ എത്താറുണ്ടായിരുന്നു. അതിനടുത്ത് താമസിച്ചിരുന്ന അതിദരിദ്രനായ കൊച്ചിരാമൻ എന്ന ഒരു ബാലൻ ഇതെല്ലാം ശ്രദ്ധിച്ചു പോന്നിരുന്നു. എങ്ങനെയെങ്കിലും ഈ വിദ്യ ഒന്ന് പഠിച്ചെടുത്താൽ തൻ്റെയും നല്ല കാലം തെളിഞ്ഞേനെ എന്നവൻ കണക്കുകൂട്ടി. അതിൻ്റെ ആദ്യപടിയായി വൈദ്യശ്രേഷ്ഠൻ്റെ ശിഷ്യന്മാരുമായി കൊച്ചിരാമൻ ചെങ്ങാത്തത്തിലായി. അദ്ദേഹത്തെ നേരിൽ കണ്ട് പഠിക്കാനുള്ള ആഗ്രഹം അറിയിച്ചാൽ മതി. അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും. അത് ഭക്തിപൂർവം അക്ഷരലക്ഷം ഉരുക്കഴിക്കണം. പിന്നീട് വെള്ളമെടുത്ത് ജപിച്ച് വിഷമേറ്റയാളിൽ തളിച്ചാൽ വിഷമിറങ്ങും. അത്രയുള്ളൂ. പറ്റുന്ന പോലെ ഒരു ദക്ഷിണയും കൊടുക്കണം. അത്രയുള്ളൂ എന്നത് അവന് വലിയ ആശ്വാസമായി. പക്ഷേ കാശില്ലാത്ത താൻ എങ്ങനെ എന്തെടുത്ത് ദക്ഷിണ കൊടുക്കും? അതവനെ വിഷമിപ്പിച്ചു. അപ്പോഴാണവൻ തൻ്റെ കുടിലിനു മീതെ പടർന്ന് കയറി കായ്ച്ചു കിടക്കുന്ന കുമ്പളങ്ങികളെ ശ്രദ്ധിച്ചത്. ആഹാ, ദക്ഷിണയ്ക്കിത് ധാരാളം. കൊച്ചിരാമൻ മൂത്ത കുമ്പളങ്ങിയെല്ലാം പറിച്ചെടുത്ത് ഭാണ്ഡമാക്കി. ശിഷ്യന്മാരെല്ലാവരും എത്തും മുമ്പ് വൈദ്യരെ കണ്ട് മന്ത്രം പഠിച്ച് അനുഗ്രഹം വാങ്ങി പോരണം. കൊച്ചിരാമൻ ഉറങ്ങാതെ ഉറങ്ങി ഉണർന്ന് കുളിച്ച് തയ്യാറായി പുലരും മുമ്പേ പുറപ്പെട്ടു. വൈദ്യൻ വാതിൽ തുറക്കുന്നതും കാത്ത് വാതിൽക്കൽ ക്ഷമയോടെ നിന്നു. വാതിൽ തുറന്നതേ വൈദ്യഗുരു കൊച്ചിരാമനെ കണ്ടു. നീ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണം എന്ന് കൊച്ചിരാമൻ. അതിന് വിഡ്ഢി, കൂഷ്മാണ്ഡം എന്തിനാണ്? ധൃതി, പരിഭ്രമം, സന്തോഷം, ഭക്തി, ആദരവ് എന്നിങ്ങനെ വിവിധ വികാരങ്ങളുടെ തള്ളിച്ചയിൽ വിഡ്ഢി കൂഷ്മാണ്ഡം എന്നേ അവൻ കേട്ടുള്ളൂ. തനിക്ക് ഉപദേശിച്ചു തന്ന മന്ത്രമാണിത്. താൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. വികാരാധിക്യത്താൽ മതിമറന്ന അവൻ ഗുരുശ്രേഷ്ഠനെ താണു തൊഴുതു മടങ്ങി. വീടെത്തി കുളിച്ചു. നിലവിളക്ക് തെളിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് വിഡ്ഢികൂഷ്മാണ്ഡം വിഡ്ഢികൂഷ്മാണ്ഡം എന്ന് അക്ഷരലക്ഷം മന്ത്രം ഉരുക്കഴിച്ചു. അതോടെ താൻ ഒരു നല്ല വൈദ്യനായെന്ന് ഉറപ്പിച്ചു. വൈകാതെ ചികിത്സയും തുടങ്ങി. അങ്ങോട്ട് ചെന്ന് കടിക്കില്ലെന്ന് പാമ്പുകളും അങ്ങോട്ട് ചെന്ന് വിഷമിറക്കില്ലെന്ന് വിഷവൈദ്യന്മാരും തമ്മിൽ കരാറുണ്ടാക്കിയിട്ടുള്ള കാര്യമോ വിഷമിറക്കുന്നതിന് പ്രതിഫലം വാങ്ങരുതെന്ന കാര്യമോ ഒന്നും കൊച്ചിരാമന് പഠിക്കാൻ കിട്ടിയതില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പോയി ചികിത്സിക്കുകയും പ്രതിഫലം വാങ്ങുകയും ഒക്കെയായി കൊച്ചിരാമൻ അങ്ങനെ കസറി. കൊച്ചിരാമൻ്റെ വിഷചികിത്സാ വൈഭവം നാടാകെ പരന്നു. പ്രശസ്തനും സമ്പന്നനുമാകാൻ കൊച്ചിരാമൻ്റെ കാര്യത്തിൽ പിന്നെ ഒട്ടും താമസമുണ്ടായില്ല. ഒരിക്കൽ തൻ്റെ ഗുരുനാഥൻ ഉൾപ്പെടെ നാട്ടിലെ സകല വിഷവൈദ്യന്മാരെയും അമ്പരപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നാടുവാഴിയായ സാമൂതിരിയെ മരണമുഖത്തു നിന്ന് നിഷ്പ്രയാസം രക്ഷപ്പെടുത്തി കൊച്ചിരാമൻ. ഇനി മരണമേ ശരണം എന്ന് നിലത്തിറക്കി കിടത്തിയ സാമൂതിരിയെ രക്ഷിക്കാൻ കൊച്ചിരാമ വൈദ്യരെ കൂടി വരുത്തി ഒരു അവസാനവട്ട ശ്രമം കൂടി നടത്തി നോക്കാമെന്ന് മനസ്സില്ലാ മനസ്സോടെ ചിലർ തീരുമാനിക്കുന്നു. അങ്ങനെ കൊച്ചിരാമനെ വരുത്തുന്നു. മരണത്തിന് വിട്ടുകൊടുത്ത നിലയിൽ നിലത്തിറക്കി കിടത്തിയിരിക്കുന്ന നാടുവാഴിയെ നോക്കിയിട്ട് കൊച്ചിരാമൻ പറഞ്ഞത് എന്താണെന്നോ? 2-3 ദിവസം ആയില്ലേ പാവം വല്ലതും കഴിച്ചിട്ട്. വിഷമിറങ്ങിക്കഴിയുമ്പോൾ വിശപ്പ് ജാസ്തിയാവും. കുറച്ച് കഞ്ഞി വേഗം തയ്യാറാക്കുക. കഞ്ഞി ഉറപ്പാക്കിയ കൊച്ചിരാമൻ വെള്ളമെടുത്ത് മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് തിരുമുഖത്ത് തളിച്ചു. വിഡ്ഢി കൂഷ്മാണ്ഡം. ദാ നാടുവാഴി കണ്ണു തുറക്കുന്നു. കൂടി നിന്നവരുടെ കണ്ണു തള്ളി. 3 പ്രാവശ്യം ആവർത്തിച്ചതോടെ അദ്ദേഹം എഴുന്നേറ്റിരുന്ന് കഞ്ഞി ആവശ്യപ്പെട്ടെന്ന് കഥ. അനന്തരം രാജകീയ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി പല്ലക്കിലേറി പ്രൗഢമായ ആഘോഷത്തോടെ മടങ്ങുന്നതിനിടെ തൻ്റെ ഗുരുനാഥനെ ജനങ്ങൾക്കിടയിൽ കണ്ട് പല്ലക്കിൽ നിന്നിറങ്ങിയ കൊച്ചിരാമൻ
അദ്ദേഹത്തെ താണു വണങ്ങി കിട്ടിയ സമ്മാനമെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. തൻ്റെ ഉയർച്ചയ്ക്കെല്ലാം കാരണം അവിടുന്ന് അരുളി അനുഗ്രഹിച്ച ആ മന്ത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ഗുരു ശരിക്കും ഞെട്ടി. എന്തു മന്ത്രം? മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റിയ മന്ത്രമൊന്നും എനിക്കറിയില്ല, എന്നെ അത് പഠിപ്പിച്ചു തരൂ എന്ന് ഗുരു. എനിക്ക് അവിടുന്നല്ലാതെ മറ്റൊരു ഗുരുവുമില്ല, അവിടുന്ന് അനുഗ്രഹിച്ചരളിയ മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയും മന്ത്രവും അറിയില്ല എന്ന് തീർത്തു പറഞ്ഞിട്ട് കൊച്ചിരാമൻ ഗുരുവിൻ്റെ ചെവിയിൽ സ്വകാര്യമായി മന്ത്രിച്ചു, വിഡ്ഢികൂഷ്മാണ്ഡം എന്ന മന്ത്രം. ഇക്കാലം അത്രയും തന്നെ തുണച്ച മന്ത്രം വിഡ്ഢികൂഷ്മാണ്ഡം എന്നത് മാത്രമായിരുന്നെന്ന്. ഗുരുത്വവും ഭക്തിയും അർപ്പണബോധവും വിശ്വാസവും ഒക്കെ തന്നെയാണ് പ്രധാനമായി വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധമാകുമെന്നും ഉള്ള ബോധ്യത്തിലെത്തി ആ വൈദ്യഗുരുനാഥൻ.